പെന്തിക്കോസുകാരൻ മടങ്ങി വരട്ടെ. സ്വോത്രം. ഞാൻ CSIയിലും പ്രസംഗിക്കുന്നു, മർത്തോമായാലും പ്രസംഗിക്കുന്നു, ശശി പാസ്റ്റർ സകലയിടത്തും പ്രസംഗിക്കുന്നു. ഇവിടെ ഒന്നും ഇത്രയും ആർഭാടമില്ല. പെന്തിക്കോസുകാരൻ്റെ സാരി 60,000 രൂപ ഒരു വർഷം കൊടുക്കുക. നിന്റെ മോക്ക് 10,000 രൂപയുടെ സാരി കൊടുത്തിട്ട് കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന ഒരുവന് കൊണ്ട് 50,000 കൊടുത്താൽ അവൻ കിഡ്നിയുടെ കിറ്റ് മേടിക്കുമ്പോൾ കണ്ണീരോടെ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. ഇന്ന് രാത്രി നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ സെന്ററിനകത്ത് ക്യാൻസറിന് കീമോതെറാപ്പി എടുക്കുന്ന അമ്മാമ ഇവിടെ 650 രൂപയുടെ ചിക്കൻ കാലും അൽപകാമും തിന്ന് കുഴിമന്തി നിന്ന് യേശു നല്ലവനെന്ന് പറയുമ്പോൾ 250 രൂപയുടെ ഒരു ചാപ്പാട് കൊടുത്തിട്ട് രഹസ്യമായിട്ട് ഇഞ്ചക്ഷന് കാശ് കൊടുത്താൽ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സ്വോത്രം. സകല പെന്തിക്കോസുകാരെ കർത്താവ് അടിക്കും. സ്വോത്രം. ഞാൻ 2 ബിരുദവും കഴിഞ്ഞ റിസർച്ചും കഴിഞ്ഞവനാ. അനവധി ഹൈന്ദവരുടെ കല്യാണത്തിന്, പിള്ളേരുടെ കല്യാണത്തിന് പോകും. മിക്കവരെയും കല്യാണം ഞായറാഴ്ച. അവരെന്നോട് പറയും, സാറേ 12:30 വരണം. ദൈവാശന്മാരിരിക്കുക, പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എത്രയുണ്ട്. സ്വോത്രം. അതുകൊണ്ടാ അത്രയും കാര്യം. ഞാൻ അവിടെ ചെല്ലും. കുഞ്ഞുങ്ങളുടെ കല്യാണം. ഞാൻ ഹൈന്ദവരെ കുറ്റം പറയല്ല. അവരെ കല്യാണത്തിന് ഭക്ഷണം അന്ന് 2 കാര്യം കൂടിയിട്ടുണ്ട്. ഒരു പായസവും ഒരു പപ്പടവും. ഹല്ലേലൂയ. സന്തോഷമില്ലല്ലോ? നമ്മുടെ കൂടി പൊരിച്ചകാല്, കഴിച്ചകാല്, അൽപകം, കുഴിമന്തി, 7up. എടാ 250 രൂപയ്ക്ക് മാന്യമായൊരു ചാപ്പാടും കൊടുത്തിട്ട് നിന്റെ മക്കളെ കെട്ടിക്കുമ്പോൾ ഏതെങ്കിലും രോഗിക്കോ പെര നിറഞ്ഞു നിൽക്കുന്ന പെങ്കൊച്ചുങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് പാസ്റ്ററും അറിയണ്ട, സെന്ററും അറിയണ്ട, നീ ഒരു നന്മ കൊടുത്താൽ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് ലോകത്തുള്ള പെന്തിക്കോസുകാർ ലൈവ് കേൾക്കട്ടെ. 60,000 രൂപയുടെ സാരി, 10,000 രൂപയുടെ ചെരുപ്പ്, പെണ്ണൊച്ചിൻ്റെ ചുരിദാർ പിടിക്കാൻ 4 എണ്ണം, ചെറുക്കൻ്റെ കോട്ട് പിടിക്കാൻ 4 അപ്പാച്ച് മുടി പറ്റിയ ആഫ്രിക്കനെ പ്രീക്കനെ ഇറക്കി നടത്തുന്ന പെന്തിക്കോസുകാരാ. നീ അക്കരെ നാട് കാണത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി നീ മടങ്ങി വാ. ലൈവ് കൊടുത്തോല്ലേ പാഷ കേൾക്കട്ടെ. ഇന്ന് രാത്രി സത്യവചനം കേൾക്കട്ടെ. തൻ്റെ ജനം താഴ്മയോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് മുട്ടുമടക്കി നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഹൈ റേഞ്ചിനകത്ത് ഒരു ശുഭകാലം തരാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ.